പത്തനംതിട്ട ചരൽക്കുന്നിൽ കൂടുതൽ പേരെ യുവദമ്പതികൾ പീഡനത്തിന് ഇരയാക്കിയെന്ന സംശയം. പ്രതികൾ ആഭിചാരക്രിയകൾ ചെയ്തോ എന്ന് പരിശോധിക്കും. പീഡനത്തിന് ഇരകളായ യുവാക്കളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന. AV ജയശങ്കർ ഉണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, എന്തൊക്കെ സംശയങ്ങൾ ഉയരുന്നുണ്ട് ഇപ്പോൾ? ഇവർ മറ്റാളുകളെയും ഇത്തരത്തിൽ മർദ്ദിച്ചിട്ടുണ്ട് എന്നാണോ ജയശങ്കർ? അതായത് നിലവിൽ ഉന്മേഷ് ഈ പ്രതികളെ ആറന്മുള സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. മെഡിക്കൽ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കാണ് കൊണ്ടുപോയത്. ആറന്മുള പോലീസ് നിലവിലെടുത്ത കേസ് അത് കോയിപ്പുറം സ്റ്റേഷനിലേക്ക് കൈമാറും. സ്വാഭാവികമായും ഇത് തിരുവല്ല DYSPയുടെ കീഴിലുള്ള പരിധിയാണ് കോയിപ്പുറം സ്റ്റേഷൻ. ഇനി അങ്ങോട്ട് ഈ കേസ് കോയിപ്പുറം പോലീസായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കേസന്വേഷണം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കിടക്കുക. റാന്നി സ്വദേശി ആറന്മുള സ്റ്റേഷൻ പരിധിയിലായതിനാലാണ് ഈ കേസ് ആറന്മുളയിൽ എടുക്കുകയും പിന്നീട് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ട്. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായൊരു പരിശോധനയ്ക്ക് ജില്ലാ പോലീസ് മേധാവി ഇതിനോടകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേസ് തിരുവല്ല DYSPയുടെ പരിധിയിലേക്കായതിനാൽ തന്നെ തിരുവല്ല DYSP ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണം നടത്തുമെന്നാണ് SP ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് നിലവിൽ ലഭ്യമാകുന്ന വിവരം. അങ്ങനെ തിരുവല്ല DYSPയുടെ നേതൃത്വത്തിൽ വിശദമായൊരു പരിശോധന ഈ കാര്യത്തിൽ നടക്കും. ഇതിൻ്റെ FIR ഉൾപ്പെടെയുള്ള നടപടികൾ കോയിപ്പുറം സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള ഒരു പരിശോധന തിരുവല്ല DYSPയുടെ നേതൃത്വത്തിൽ നടക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ഇവർ കൂടുതൽ പേരെ ഇത്തരത്തിൽ ഹണി ട്രാപ്പിന് വിധേയരാക്കിയോ എന്ന കാര്യത്തിലാണ് നിലവിൽ പോലീസ് അന്വേഷണം നടത്തി വരുന്നത്. ഇവരെ വിശദമായി വീണ്ടും ചോദ്യം ചെയ്യും. ഒപ്പം തന്നെ ഇവരുടെ മൊബൈൽ ഫോൺ നിലവിൽ പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിലുള്ള ദൃശ്യങ്ങൾ, മറ്റേതെങ്കിലും തരത്തിലുള്ള സന്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസ് നിലവിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അക്കാര്യത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഒരുപക്ഷെ ഇത് രണ്ടുപേരിൽ ഒതുങ്ങാനുള്ള സാധ്യതയില്ല. കൂടുതൽ ഇത്തരത്തിൽ സൗഹൃദ വലയങ്ങളുള്ള ആളുകളെ ഇവർ കൊണ്ടുവന്ന് പീഡിപ്പിച്ച് ഇത്തരത്തിൽ ഉപേക്ഷിച്ച സംഭവങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകാമെന്നാണ് പോലീസ് പറയുന്നത്. കാരണം ഇങ്ങനെ ആളുകൾ ഇത് പുറത്തു പറയാനുള്ള മടി മൂലം. ജയശങ്കർ, ഇപ്പോൾ ഇവരുടെ ഒരു ലക്ഷ്യം എന്താണ്? ഇത്തരത്തിൽ ഈ മർദ്ദന ദൃശ്യങ്ങളൊക്കെ പകർത്തി പിന്നീട് പണം ആവശ്യപ്പെടുക, ആ നിലയ്ക്കാണോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ടോ? ഈ മൊഴിയുണ്ടോ? ഈ യുവാക്കളുടെ മൊഴിയുണ്ടോ? അങ്ങനെ യുവാക്കളുടെ മൊഴി ആഭിചാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ആഭിചാരം നടത്തിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് ഇനിയൊരു തുടർ പരിശോധന നടത്തുന്ന ഘട്ടത്തിൽ മാത്രമേ അക്കാര്യത്തിലൊരു വ്യക്തതയുണ്ടാകൂ. നിലവിൽ പോലീസ് പറയുന്നത് പണം ഒരു ഘടകമാണ്. കാരണം ഈ യുവാക്കളെ ഇവർ പീഡിപ്പിച്ച ശേഷം ഐഫോണും ആഭരണങ്ങൾ ഉൾപ്പെടെ വാങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പണം ഒരു ഘടകമാണ്. അതിനപ്പുറത്തേക്ക് ഇവർക്ക് മാനസിക വൈകൃതം ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. കാരണം ഒരു ദമ്പതികൾക്ക്, ഭാര്യയ്ക്കും ഭർത്താവിനും എങ്ങനെയാണ് ഒരേ സമയം ഇത്തരത്തിൽ യുവാക്കളെ വിളിച്ചു വരുത്തി ഒരു ഹണി ട്രാപ്പ് സെറ്റിട്ടതിന് ശേഷം ഇങ്ങനെ ക്രൂരമായി പീഡിപ്പിക്കാനാവുക, സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ എങ്ങനെ 9 വട്ടം സ്റ്റാപ്ലർ അടിക്കാനാവുക എന്ന ഒരുപാട് ചോദ്യങ്ങൾ പോലീസിന് മുമ്പിലുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വിശദമായ അന്വേഷണം വേണം. ആ അന്വേഷണം ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ തിരുവല്ല DYSP നടത്തുമെന്നാണ് നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും കേസ് കോയിപ്പുറം സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തായിരിക്കും ഇനി അങ്ങോട്ട് തുടർ നടപടികൾ ഉണ്ടാവുക. ഉന്മേഷ്. ശരി, AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.